വീഡിയോ എന്നാ റിക്വസ്റ്റ് ചെയ്താലേ കിട്ടത്തുള്ളൂ. അപ്പം അത് വേണമെന്നുള്ളവർ റിക്വസ്റ്റ് ചെയ്യുക. ഒന്നുകൂടെ ക്ലാസ് നോക്കണമെന്നുണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി. അത് ചെയ്ത് പഠിക്കുക. നോട്ട് ഞാൻ പറഞ്ഞ പോലെ അസൈൻമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അസൈൻമെന്റ് അത് എത്രയും പെട്ടെന്ന് വെക്കുക. അതിന്റെ മാർക്ക് അസൈൻമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അവസാനം അസൈൻമെന്റിന്റെ മാർക്ക് പോയെന്ന് പറയരുത്. ഇപ്പോഴേ തന്നെ ആ നോട്ട്സ് ഞാൻ ആദ്യത്തെ അസൈൻമെന്റ് തന്നിട്ടുണ്ട്. അതിന്റെ പ്രോബ്ലംസിന്റെ സെക്കൻഡ് വരുന്നതേ ഉള്ളൂ. അത് ഞാൻ പറയാം. സോ ഡെറിവേഷൻസ് എഴുതി പഠിക്കുക. അവസാനം എല്ലാ ഡെറിവേഷനും ഒന്നിച്ച് പഠിക്കാന്ന് വെച്ചാൽ നടക്കാത്ത കാര്യമാണ്. സോ ഡെറിവേഷൻസ് ഓരോ ദിവസവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലെ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ KTUവിൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയിട്ട് അതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യം പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ള സിലബസ് അനുസരിച്ചിട്ട് പഠിക്കുക. So we'll go for a 6th problem. 6th or 7th ആണോ നമ്മൾ എടുത്തായിരുന്നല്ലേ? So the next problem is 7th. എല്ലാവർക്കും വിസിബിൾ ആണോ? കാണാവോ പ്രണവ്? സാർ കാണാം. Okay. Okay. So the next problem is pressure, temperature and Mach number. The pressure, temperature and Mach number at the entry of a nozzle. ഇപ്പൊ നോക്കുക, നോസിലിന്റെ എൻട്രി ആണ് പറഞ്ഞിരിക്കുന്നത്. നോസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നോസിൽ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും, പ്രഷറിനെ റെഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്, മെക്കാനിക്കൽ ഡിവൈസ് ആണ്. അവിടെ ഐസെൻട്രോപിക് പ്രോസസ് ആണ്. അപ്പോൾ ഒരിക്കലും അവർ ഗാമയുടെയും ഐസെൻട്രോപിക് പ്രോസസ് ആണ് നടക്കുന്നത്. ബട്ട് ഈ ഗാമയുടെ വാല്യൂ സപ്പോസ് അവർ തന്നിട്ടില്ലെങ്കിൽ യു ഹാവ് ടു ചൂസ് 1.4 287. സപ്പോസ് ഗാമ ഈസ് ഗിവൺ, ആ ഗിവൺ വാല്യൂ എഴുതുക. കാര്യം നോസിൽ ഐസെൻട്രോപിക് പ്രോസസ് ആണെന്ന് നമുക്കറിയാം. ബട്ട് സ്പെസിഫിക് കേസസിൽ അത് മേ ബി ചേഞ്ച് ചെയ്യാം. അപ്പം അങ്ങനെ സ്പെസിഫിക് ആയിട്ട് അവർ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ യു ഷുഡ് ടേക്ക് ദാറ്റ് മെൻഷൻ്റെ വാല്യൂ. അതർവൈസ് യു ടേക്ക് ഇറ്റ് ഗാമ 1.4 287. ഓക്കെ, ഇനി നോക്കാം. അപ്പം നോസിലാണ്. നോസിലെ എൻട്രി നമ്മൾ ആൾറെഡി ഒരു ഇത് പഠിച്ചായിരുന്നു. ആ നോസിൽ എന്ന് പറഞ്ഞാൽ മാക് നമ്പർ ലെസ് ദാൻ 1 ഫോർ കൺവേർജൻ നോസിൽ, ഗ്രേറ്റർ ദാൻ 1 ഫോർ ഡൈവേർജൻ നോസിൽ എന്നൊരു നോട്ട് നമ്മൾ തിയറിയിൽ പഠിച്ചായിരുന്നു. അപ്പൊ അത് ഒന്ന് മൈൻഡിൽ വെക്കുക. ഇനി നോക്കാം. പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് മാക് നമ്പർ അറ്റ് ദ എൻട്രി ഓഫ് എ നോസിലാർ. അപ്പൊ നമ്മൾ എൻട്രി എന്ന് പറഞ്ഞാൽ 1 ആയിട്ടാണ് കൊടുക്കുന്നത്. P1 T1 മാക് നമ്പർ M1, ക്യാപിറ്റൽ M1. അപ്പം എക്സിറ്റ് മാക് നമ്പർ 2.4 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് 1.4 നിന്ന് 2.4ലോട്ടാണ് പോകുന്നത്. അപ്പൊ മാക് നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 1. അപ്പൊ ഇത് ഏത് ടൈപ്പ് ഓഫ് നോസിലായിരിക്കും? കൺവേർജന്റ് അല്ല, ഡൈവേർജന്റ് ടൈപ്പ് ഓഫ് നോസിലായിരിക്കും. നോസിൽ M ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഡൈവേർജന്റ് നോസിൽ, M ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവേർജന്റ് നോസിലാണ്. അപ്പോൾ സിൻസ് മാക് നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 1 ഇൻ ബോത്ത് കേസസ്, രണ്ട് കേസിലും മാക് നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് ഇത് ഡൈവേർജന്റ് നോസിലാണെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് നോക്കുക, മാക് നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആണ്. അടുത്ത ഇനി എന്താണ് കണ്ടുപിടിക്കുക? ഡിറ്റർമിൻ ഫോർ ഐസെൻട്രോപിക് ഫ്ലോ, വെലോസിറ്റി ഓഫ് സൗണ്ട്, സ്റ്റാഗ്നേഷൻ, ഐസെൻട്രോപിക് മാക് നമ്പർ M1 ആണ്, M2 ടെമ്പറേച്ചർ, പ്രഷർ അറ്റ് എക്സിറ്റ്. ബട്ട് ഗാമ അവർ എടുക്കാൻ പറഞ്ഞ ഇങ്ങനെ 1.3 ആണ്. അപ്പൊ അത് നമ്മൾ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് റൈറ്റ് ഗിവൺ ഡേറ്റാസ്. അപ്പോൾ നമ്മൾ ഏത് പ്രോബ്ലം കിട്ടിയാലും നമ്മൾ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു യൂണിഫോം മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോബ്ലം ഒന്നും തെറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചെയ്യുന്നത്. അപ്പൊ യൂണിഫോം ആയിട്ട് ഫോളോ ചെയ്യുക. അപ്പൊ ആദ്യം നമ്മൾ ആയിട്ട് അനലൈസ് ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് മാക് നമ്പർ അറ്റ് ദ എൻട്രി. അപ്പൊ P1 T1 M1 ആക്കി എടുത്തു. അത് മാക് നമ്പർ അറ്റ് എക്സിറ്റ് എന്നിട്ട് 2.4. ഓക്കെ, ഗാമ അവർ ഈസ് ഗിവൺ തന്നിട്ടുള്ളതുകൊണ്ട് ഗാമ 1.3 R287. അതർവൈസ് ഐസെൻട്രോപിക് ഫ്ലോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഐസെൻട്രോപിക് ഫ്ലോ പ്രോസസ് ആണ്, ഗാമ 1.4 R287 ആണ്. അപ്പൊ അത് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അത് എടുത്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള? വെലോസിറ്റി ഓഫ് സൗണ്ട് അറ്റ് സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ. വെലോസിറ്റി ഓഫ് സൗണ്ട് എന്ന് പറഞ്ഞാൽ A ആണ്, സ്റ്റാഗ്നേഷൻ ആണ് A0 ആവും. അതേപോലെ മാക്സിമം വെലോസിറ്റി മാക് നമ്പർ M1 സ്റ്റാർ ആൻഡ് M2 സ്റ്റാർ അത് കണ്ടുപിടിക്കുക. അത് നമ്മൾ മാക് നമ്പർ ഗ്യാസ് ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞുതരാം. അടുത്തത് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അറ്റ് എക്സിറ്റ് T2 ആൻഡ് P2. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാനുള്ള ഐസെൻട്രോപിക് ടേബിളിൽ പോവുക. ക്വസ്റ്റിൽ തന്ന അനുസരിച്ചിട്ട് ഗാമ ഇസ് 1.3 ആൻഡ് M1 മാക് നമ്പർ ഇസ് 1.4. ടേക്ക് ദ വാല്യൂസ് ഓഫ്
ടി ബൈ ടി നോട്ട് ഓൺ പി വൺ ബൈ കാര്യം എന്താണ് വൈ യു ആർ ടേക്കിംഗ് ടി ബൈ ടി വൺ ആൻഡ് പി ബൈ പി വൺ മീൻസ് we have to find out T2 as well as P2. That's why we have to find out T1 by T naught 1, P1 by P naught 1. Okay. Then അപ്പം അതെങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാം. ഗാമ 1.3 M1 is equal to 1.4 നേരെയുള്ള ഗ്യാസ് ടേബിൾ എടുക്കുക. നോക്കുക. Note that gamma 1.3 table നോക്കുക. Take at the top of the table, you take it as gamma 1.3 and Mach number 1.4. So Mach number is 1.4. സോ ഇവിടെ നോക്കുക 1.4 ഇതായിരിക്കും. എം സ്റ്റാർ ഉണ്ട്, ഈ 3 വാല്യൂസും എടുക്കുക. സോ എം സ്റ്റാർ is 1.320, ടി ബൈ ടി നോട്ട് 0.773 ആൻഡ് പി ബൈ പി നോട്ട് 0.327 അതെടുക്കുക. ഓക്കെ, സോ അതെടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ എഴുതുന്നു ടി ബൈ ടി നോട്ട് 0.773, പി ബൈ പി നോട്ട് 0.327 ആൻഡ് M1 സ്റ്റാർ. ക്വസ്റ്റിനിൽ ചോദിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻ നമ്പർ സി. ക്വസ്റ്റിനിൽ സിയിൽ we have to find out Mach number M1 star M2 star. So the first answer M1 star 1.32 directly will get. Second, we have to find out T naught on and P naught on. How will you find out T naught on and P naught on? T1 and P1 is given in the question as 2 bar and 300 Kelvin respectively. So let's substitute in T1 by T naught on, P1 by P naught on. So I'll get the value of T naught on and P naught on. So I'll get the T naught on and P naught on. Then it comes to the second table, that is exit table. Exit table M2 is given in the question. Exit Mach number is 2.4. Exit Mach number is given as 2.4. So for isentropy table, gamma 1.3 and M2 2.4, we have to find out the value of T by T naught and P by P naught and M2 star. Okay, so how will you find out gamma 1.3 at the top of the table and M2 is equal to 2.4. So at the gamma is equal to 1.3 and at the bottom of the table 2.4 is there. So you have to catch the value of M star, T by T naught and P by P naught 0.537, 0.067 and M star is equal to 1.885 from the gas table. Then I have to just write this one, T by T naught, P by P naught and M2 star. Then we know that the isentropic process T naught on is equal to T naught 2. So already T naught on value is known value. I have to substitute this 388 in the T naught 2 value. So I will get the value of T2. Similarly, P2 by P naught. We know that isentropic process of P naught 2 is equal to P naught 1. So we get the 6.106. You have to substitute 6.106 in the P naught 2 value. So I will get the value of P2 value. So exit temperature and pressure I will get. Then M2 star directly will get from the gas table. So velocity of sound at stagnation. Next you have to find out velocity of sound at stagnation. So we'll get the value of Mach number M1 star M2 star. C answer will get, and temperature and pressure also this one and the D answer. Then you have to find out A naught, velocity of sound at stagnation condition. A naught is equal to root of gamma T naught. So gamma known value 1.3, R known value is given in the question as 0.52 kilojoule. You have to substitute in joules. R na joule substitute ചെയ്യുക. So 0.52 into n cube ഇടുക. Then T naught is given. T naught നമ്മൾ find out ചെയ്തു 388. So substitute ചെയ്യുമ്പോൾ we'll get the value of stagnation velocity of sound 512.2 meter per second. And the finally I had to find out maximum velocity. So we had by heart on formula. ഒരു ഫോമുല ഉണ്ടല്ലോ നമ്മൾ പഠിച്ച ഫോമുല, അത് ഹാഫ് സി മാക്സ് സ്ക്വയർ ഇസ് എ നോട്ട് സ്ക്വയർ ബൈ ഗാമ മൈനസ് 1 എന്നുള്ള ഫോമുല ഉണ്ട്. ആ ഫോമുല എടുത്ത് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വിൽ ഗെറ്റ് ദി സി മാക്സ് വാല്യൂ 1322.49 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആൻസർ. അല്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് മാക് നമ്പർ അറ്റ് എൻട്രി തരികയാണെങ്കിൽ അത് P1 T1 M1 ആയിട്ട് എഴുതുക. ദെൻ എക്സിറ്റ് M2 തരിക. M2 തരികയാണെങ്കിൽ M2 ആയിട്ട് എഴുതുക. ദെൻ ഗാമ 1.3 ആൻഡ് ക്വസ്റ്റ്യൻ ഈസ് ഗിവൺ. അപ്പോൾ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഐസെൻട്രോപിക് പ്രോസസ് ആണെന്ന് പറഞ്ഞ രീതിയിൽ R287 ഗാമ 1.4 എടുക്കാം.
if it is given, you have to take that particular value. Then find the values of velocity of sound at stagnation condition, Cmax, M1 star, M2 star, T2, P2. So from the isentropic table, so first you have to find out from the Mach number M1. സപ്പോസ് മാക് നമ്പർ തന്നിട്ടില്ലെങ്കിൽ അവരെന്തായിരിക്കും തരുന്നത്? C1 ആയിരിക്കും, വെലോസിറ്റി ആയിരിക്കും തരുന്നത്. അപ്പം നിങ്ങൾ മാക് നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ലാസ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്ത പോലെ M1 C1 എന്ന് വെച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇഫ് ഇറ്റ് ഈസ് മാക് നമ്പർ ഡയറക്ട്ലി ഗിവൻ, യു ഹാവ് സബ്സ്റ്റിറ്റ്യൂട്ട് M1 ആൻഡ് ഗാമ വെച്ചിട്ട് ഫസ്റ്റ് യു ഹാവ് ഫ്രം ഐസെൻട്രോപിക് ടേബിൾ you have to take the values, necessary values മാത്രം എടുത്താൽ മതി. സോ ഇവിടെ എന്ത് വേണ്ടത്? നമുക്ക് T2 P2 വേണം, M1 സ്റ്റാറും ക്വസ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് T1/T0, P/P0 ആണ് M1 സ്റ്റാർ. എങ്ങനെയാണ് എടുക്കാനുള്ളത്? ഗ്യാസ് ടേബിളിൽ പോവുക. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത്, ഇത് തെറ്റിക്കരുത്. പലരും തെറ്റിക്കുന്നത് ഗാമ 1.3, 1.4, 1.67 എന്ന് 3 വാല്യൂസ് ഗ്യാസ് ടേബിളുണ്ട്. അതൊരിക്കലും തെറ്റിക്കരുത്. ആ ഹെഡിങ് നോക്കി തന്നെ പോവുക. ഗാമ 1.3 എന്നുള്ള ഹെഡിങ്ങിൽ പോയി എടുക്കുക. 1.4 എന്നുള്ള ഹെഡിങ്ങിൽ പോയി എടുക്കുകയാണെങ്കിൽ എല്ലാം തെറ്റും മൊത്തത്തിൽ. അപ്പൊ ഏതാണോ ക്വസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത് അത് എടുക്കുക. 1.3 ഹെഡിങ്ങിൽ പോയി തന്നെ എടുക്കുക. 3 വാല്യൂസ് ഗ്യാസ് ടേബിൾ എല്ലാ ഇതിൽ ഈ ചാപ്റ്ററിൽ മാത്രമല്ല, എല്ലാ ചാപ്റ്റേഴ്സിലും 1.3, 1.4, 1.67 ഉണ്ട്. ക്വസ്റ്റിൽ ഏതാണോ ക്വസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത് അതനുസരിച്ചിട്ട് ഈ ടേബിൾ എടുക്കുക. രണ്ടാമത്തത് മാക് നമ്പർ 1.4 നേരെയുള്ള M1 സ്റ്റാർ, T/T0, P/P0 എടുത്ത് എഴുതുക. അപ്പോൾ അതെടുത്ത് എഴുതി അതിനുശേഷം അതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. T1 P1 ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് T0 P0 കിട്ടും. പിന്നെ ഐസെൻട്രോപിക് ടേബിൾ മാക് നമ്പർ 2 തന്നുകൊണ്ട് ഡയറക്ട്ലി T2 P2 കണ്ടുപിടിക്കാം. T0 P0 ഈ T01 T02 ഈക്വൽ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ T2 P2 കിട്ടും. സോ അത് കിട്ടും. അതിനുശേഷം A0 ഈസ് റൂട്ട് ഓഫ് ഗാമ T0 എന്നുള്ള ഫോമിൽ ഇടുക. ഇത് ഗ്യാസ് ടേബിൾ ഉണ്ട്, പേടിക്കണ്ട, അത് നമ്മൾ പഠിച്ചതാണ്. സോ ഗാമ 1.3 6.52 × 10³ ജൂൾസ് പെർ കിലോഗ്രാമിൽ ഇടുക. T0 നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ കെൽവിനിലാണ് ഇടാനുള്ളത്. ടെമ്പറേച്ചറിൽ ഡിഗ്രിയിൽ ഇട്ട് കളയാൽ കെൽവിനിൽ ഇടുക. സോ മീറ്റർ പെർ സെക്കൻഡിൽ ഇട്ടും. ആൻഡ് ഫൈനലി കിട്ടുന്ന നമ്മൾ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട ഫോമുലയാണ് ഹാഫ് മാക്സ് Cmax സ്ക്വയർ = ഗാമ -1. സോ എല്ലാം നോൺ വാല്യൂസ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മാക്സിമം വെലോസിറ്റി, ആ ഫ്ലൂയിഡിന്റെ മാക്സിമം വെലോസിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലായ? സിദ്ധാർത്ഥിന് മനസ്സിലായ? സിദ്ധാർത്ഥ്, അജയിന് മനസ്സിലായ? ആ സർ, മനസ്സിലായി. വൈശാഖ് കേൾക്കാം. മനസ്സിലായ? ഒന്ന് സിമ്പിൾ ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ വൈശാഖിന്? ഞാൻ പ്രോബ്ലം ഡിസ്പ്ലേ ചെയ്യാം, എങ്ങനെയാ ചെയ്യാന്നുള്ളതെന്ന്. വൈശാഖ്, ഐശാഖ്, വൈശാഖ്, വൈശാഖ് പോയോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടുത്തതിലോട്ട് പോകാമോ? അടുത്ത നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇടുന്നത്. അതായത് ക്രോസ് സെക്ഷണൽ ഏരിയ അറ്റ് ദി എൻട്രി ഓഫ് എ ഡിഫ്യൂസർ. നോക്കുക, ക്രോസ് സെക്ഷണൽ ഏരിയ അറ്റ് ദി എൻട്രി ഓഫ് എ ഡിഫ്യൂസർ. അപ്പൊ എല്ലാവരും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു നോട്ട് ചെയ്ത് വെക്കുക. പല കാര്യങ്ങളും ഓരോ പ്രോബ്ലത്തിലും ഒളിഞ്ഞു കിടപ്പുണ്ട്. ഒരേ ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണെങ്കിലും ചിലപ്പോൾ ഇതിൽ നോസിലായിരിക്കും കഴിഞ്ഞാൽ ഇതിൽ ചോദിച്ചത്, ചിലപ്പോൾ ഡിഫ്യൂസർ ആണ്. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഗാമ 1.3 വരാം, മാക് നമ്പർ മാറി വരാം. അപ്പോൾ ഓരോന്നിലും ഓരോ ടിപ്സ് ഉണ്ട്, മാറിയൊക്കെ വരണതിന്റെ റീസൺ അതാണ്. പക്ഷെ നോർമലി എല്ലാ പ്രോബ്ലം ഒരുപോലെ ഇരിക്കുന്ന പോലെ തോന്നും. 5 മോഡ്യൂളും ഏകദേശം സെയിം ആയിട്ടിരിക്കുന്ന പോലെയൊക്കെ തോന്നും. അപ്പൊ അതുകൊണ്ട് ആ ഓരോ കാര്യങ്ങൾ സെപ്പറേറ്റ് ആയി നോട്ട് ചെയ്യുക. പഠിക്കുമ്പോൾ PPT എടുത്ത് അല്ല വീഡിയോ എടുത്ത് നോക്കുമ്പോൾ
എപ്പോഴും നമുക്ക് വീഡിയോ എടുത്ത് നോക്കാനുള്ള സമയമൊന്നും കിട്ടൂല. ഒരു മണിക്കൂറൊക്കെ കുത്തിയിരിക്കേണ്ടി വരും പ്രോബ്ലം നോക്കാനായിട്ട്. അപ്പോൾ PPT ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതുകൊണ്ട് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. ഓരോ കാര്യങ്ങളും ഓരോ പ്രോബ്ലത്തിലും നമ്പർ ഇട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ അകത്ത് റെഫർ ചെയ്താൽ എളുപ്പമായിട്ട് മനസ്സിലാവും. ഓക്കെ. അപ്പൊ അടുത്ത നെക്സ്റ്റ് 8ാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ അറ്റ് ദി എൻട്രി ഓഫ് എ ഡിഫ്യൂസർ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡിഫ്യൂസറിന്റെ എൻട്രി എക്സിറ്റ്. അപ്പൊ കൺവേർജൻ ഡിഫ്യൂസർ ആണെങ്കിൽ M ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം, ഡൈവേർജൻ ആണെങ്കിൽ M ലെസ് ദാൻ 1 ആയിരിക്കണം. അതേപോലെ കൺവേർജൻ ഡൈവേർജൻ ആണെങ്കിൽ എൻട്രിയിൽ M ഗ്രേറ്റർ ദാൻ 1, എക്സിറ്റിൽ M ലെസ് ദാൻ 1 എന്നുള്ള ഒരു ഇക്വേഷൻ ഞാൻ നേരത്തെ തിയറിയിൽ പഠിപ്പിച്ചായിരുന്നു. അപ്പൊ അതൊന്ന് റെഫർ ചെയ്യുക. ഇനി ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ആണ് തന്നിരിക്കുന്നത്. A1 ആണ് തന്നിരിക്കുന്നത്. A1 എന്ന് പറഞ്ഞാൽ 0.24 ഏരിയ തന്നിട്ടുണ്ട്, മാക് നമ്പർ തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അപ്പം M1 അറിയാം, T1 അറിയാം, ടെമ്പറേച്ചർ അറിയാം. ഇത് എക്സിറ്റ് മാക് നമ്പർ M2 തന്നിട്ടുണ്ട്. ഡിറ്റർമിൻ ടെമ്പറേച്ചർ ആൻഡ് വെലോസിറ്റി എയർ ഓഫ് ക്രോസ് സെക്ഷൻ ഏരിയ അറ്റ് ദ എക്സിറ്റ് ഫോർ ഐസെൻട്രോപിക് ഫ്ലോ. നോക്കുക, ഇതിൽ ഗാമയോ അല്ലോ ആറോ തന്നിട്ടില്ല. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നോസിലെ ഐസെൻട്രോപിക് ഫ്ലോ ആണെന്ന് നമുക്കറിയാം. നോസിലോ ഡിഫ്യൂസറോ എല്ലാം ഐസെൻട്രോപിക് പ്രോസസ് ആണെന്ന് നമുക്കറിയാം. എന്നിട്ടും അവർ കഴിഞ്ഞ പ്രോബ്ലത്തിൽ 1.3 തന്നുകൊണ്ട് നമ്മൾ 1.3 എടുത്തു. പക്ഷെ ഇതിലൊന്നും തന്നിട്ടില്ല. നമ്മൾ എന്താ ചെയ്യുക? ഒന്നും തന്നിട്ടില്ലെങ്കിൽ ഐസെൻട്രോപിക് ഫ്ലോ ആണെങ്കിൽ ഗാമ 1.4 ആയിട്ട് അസ്യൂം ചെയ്ത് അതിലോട്ട് എടുക്കുക. തന്നിട്ടുണ്ടെങ്കിൽ അത് എടുത്താൽ മതി. തന്നിട്ടില്ലെങ്കിൽ ഐസെൻട്രോപിക് ഫ്ലോ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഡിഫ്യൂസർ എന്നും പറഞ്ഞിട്ടുണ്ട്. ടർബൈൻ, നമ്മുടെ മെക്കാനിക്കൽ ഡിവൈസസ് ആയ നോസിൽ, ഡിഫ്യൂസർ, ടർബൈൻ അങ്ങനെയുള്ള എല്ലാം ഐസെൻട്രോപിക് പ്രോസസ്സാണ്. നിങ്ങൾ മറ്റേ തെർമോഡൈനാമിക്സിൽ പഠിച്ചതാണ്. ഓക്കെ. സോ ഐസെൻട്രോപിക് പ്രോസസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോകാം. അപ്പം ഇതിൽ തന്ന ഗിവൻ ഡേറ്റാസ് ഈസ് ഏരിയ ഓഫ് ദ ക്രോസ് സെക്ഷൻ ഏരിയ, മാക് നമ്പർ, ടെമ്പറേച്ചർ ആൻഡ് M2 ഈസ് ഗിവൻ. ഫൈൻഡ് ഔട്ട് ദ ടെമ്പറേച്ചർ അറ്റ് ദ എക്സിറ്റ് ആൻഡ് ഏരിയ അറ്റ് ദ എക്സിറ്റ്. ഏരിയ അറ്റ് ദ എക്സിറ്റ് നോക്കുക, ഏരിയ കൂടെ എക്സ്ട്രാ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അത് തന്നിട്ടില്ല. ഐസെൻട്രോപിക് പ്രോസസ്, ഐസെൻട്രോപിക് ടേബിൾ ഗാമ 1.4 ഉണ്ട്, തന്നിട്ടില്ല. സോ വിൽ ഗെറ്റ് ടേക്ക് ഇറ്റ് ആസ് ഗാമ 1.4 ആൻഡ് മാക് നമ്പർ ഈസ് ഗിവൻ 1.5. ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഫ്രം ദ ഗ്യാസ് ടേബിൾ T/T0 ആൻഡ് A1 by A1 സ്റ്റാർ. കണ്ടാ, നമുക്ക് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ട A സ്റ്റാറും TU ആണ്. പ്രഷർ ചോദിച്ചിട്ടില്ല. അപ്പം T2 A2 മാത്രം ഫൈൻഡ് ഔട്ട് ചെയ്താൽ ഗ്യാസ് ടേബിളിൽ. അപ്പൊ T1 by T0 ആൻഡ് A1 by A1 സ്റ്റാർ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? ഗാമ 1.4 ഹെഡിങ്ങിൽ വേണം. നിങ്ങളുടെ ഹെഡിങ്ങിൽ ഇങ്ങനെ കാണും ഐസെൻട്രോപിക് ഫ്ലോ പെർഫെക്റ്റ് ഗ്യാസസ്, ഗാമ 1.4 എന്ന് കാണും. അത് ഏറ്റവും ടോപ്പിൽ നോക്കുക. അതാണെന്ന് കൺഫേം ചെയ്ത ശേഷം നിങ്ങളുടെ കണ്ടീഷൻ നോക്കുക. മാക് നമ്പർ 1.5 ഏറ്റവും ബോട്ടത്തിൽ നോക്കുക. മാക് നമ്പർ 1.5 വരും. അതിലുള്ള ഏതൊക്കെ ആവശ്യമുള്ള വാല്യൂ മാത്രമേ എടുത്താൽ മതി, എല്ലാം എടുക്കണമെന്നില്ല. അപ്പം അതിൽ T/T0 0.689 അതുണ്ട്, ഏരിയ ഉണ്ട് 1.176. ഈ രണ്ട് വാല്യൂസും നമ്മുടെ ഗ്യാസ് ടേബിളിൽ നിന്ന് എടുക്കുക. എടുത്ത ശേഷം ഇതിൽ നിന്ന് എഴുതുക. അപ്പം T/T0 A1 by A1 സ്റ്റാർ ഞാൻ മറ്റേ ഗ്യാസ് ടേബിളിൽ നിന്ന് എടുത്തു. അപ്പൊ T1 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് T1 വാല്യൂ, സോ വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് T01 ദാറ്റ് ഈസ് ഈക്വൽ ടു T02. Then A1 is given in the question. A1 is given in the question. Cross section area at the entry of the diffuser 0.24 എന്ന് പറഞ്ഞിട്ടുണ്ട്. So that you have to substitute here 0.24. So you'll get the value of A star. ഇത് രണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് again exit Mach number is given in the question as 0.78. So again you go for an isentropic table. M2 is equal to 0.78. You find out the value of T2 by T02 and A2 by A star. അത് ഏതാണെന്ന് നോക്കാം. ഗാമ is equal to 1.4. ഇതാണ് ഗാമ 1.4 ആണ്. 0.78 അല്ലേ? മാക് നമ്പർ 0.78 എടുക്കുക. ഇതാ ഇവിടെ ഇരിക്കുന്നു. 0.78 നേരെയുള്ള ടെമ്പറേച്ചർ റേഷ്യോ 0.892 ആൻഡ് A by A star 1.047. ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ച് ചെയ്തത്. ഇതിന് ശേഷം ഇത് രണ്ടും കിട്ടി 0.892 1.047 എടുത്ത ശേഷം T01 T02 ഈക്വൽ ആണെന്നുള്ള കണ്ടീഷനിൽ ഇവിടെ കൊണ്ടിടുമ്പോൾ you will get the value of temperature at the exit ഇട്ട്. Then A2 by A star. A star നോൺ വാല്യൂ ആണ്. A star നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. അതെടുത്ത് എവിടെ കൊണ്ടിടുക? ഇവിടെ ഈ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ. സോ വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് ഏരിയ. സോ ഏരിയ കിട്ടി. ഇനി നമുക്ക് വേണ്ട എന്താണ്? മാക് നമ്പർ, വെലോസിറ്റി അല്ലേ?
ഫസ്റ്റിൽ ചോദിച്ചാണെങ്കിൽ T2i A2i C2 ഫൈൻഡ് ഔട്ട് ചെയ്യണം. എങ്ങനെ C2 ഫൈൻഡ് ഔട്ട് ചെയ്യാം? നമുക്കറിയാം M2 = C2/A2 ആണ് ഫോർമുല. സോ A2 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഗാമ ആർ T2. ഗാമ അറിയാം, ആർ അറിയാം, T2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് C2. മാക് നമ്പർ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് C2, velocity of sound at velocity of flow at exit. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ക്രോസ് സെക്ഷൻ ഏരിയ ആണ് തന്നേക്കുന്നത്, ഇതിൽ ഡിഫ്യൂസർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നേക്കുന്ന ഡേറ്റാസ് ആദ്യം എടുത്ത് എഴുതാം. എൻട്രി ഓഫ് ഡിഫ്യൂസർ A1 തന്നിട്ടുണ്ട്, മാക് നമ്പർ M1 തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ ഓഫ് എയർ 340 Kelvin തന്നിട്ടുണ്ട്, എക്സിറ്റ് മാക് നമ്പർ തന്നിട്ടുണ്ട്. ദിസ് ഓൺ ഈസ് ഐസെൻട്രോപിക് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സ്പെസിഫിക്കലി ഗാമയുടെ വാല്യൂ തന്നിട്ടില്ല. ഐസെൻട്രോപിക് പ്രോസസ് ആണെങ്കിൽ ഡയറക്ട്ലി ടേക്ക് ഗാമ 1.4 R287 ആയിട്ട് എടുക്കുക. then ഇതിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള വാല്യൂസ് ഫൈൻഡ് ഔട്ട് T2 and C2 and at A2. so Mach number is given, gamma is equal to 1.4. from isentropic table you find out the value of T/T0 and A1/A1 star from the gas table. 1.5 നേരെയുള്ള ഈ വാല്യൂസ് അങ്ങ് എടുത്തത് 0.689 1.176. so you'll find out the value of T0. T1 is given, the substitute here, you'll get the value of T0, and A1/A1 star, A star is A1 is given, you find out the value of A star. Second, you will find out the value of isentropic table, gamma 1.4 M2.78. so from the table you have to find out T2 and A2 ratio. I get the 0.78 T2 and A2. so take the value. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. എൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ പറയുന്നത്. ഓക്കെ, സോ ഫൈൻഡ് ഔട്ട് T0 T0 ഈക്വൽ ആയതുകൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ T2 കിട്ടും. അല്ലെങ്കിൽ A1/A1 സ്റ്റാർ, A2/A2 സ്റ്റാർ. A സ്റ്റാറിന് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ A2 കിട്ടും. M2 = C2/A2. സോ C2 കിട്ടും. എങ്ങനെ കിട്ടും? M2 is നോൺ വാല്യൂ. A2 എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് ഗാമ ആർ T2. ഗാമ അറിയാം, ആർ അറിയാം, T2 ഇപ്പം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് 440 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് A2. സോ ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് C2. പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാറേ ഈ സ്റ്റാർ വാല്യൂ ഇടുന്ന ഈ സ്റ്റാർ വാല്യൂ നമ്മുടെ ക്വസ്റ്റ്യനിൽ അവർ ഏരിയ, അതായത് ഗ്യാസ് ടേബിളിൽ A/A സ്റ്റാർ എന്നുള്ള ഈ വാല്യൂ ഉണ്ട്. അപ്പോൾ ഈ ഏരിയ സ്റ്റാർ വാല്യൂ എപ്പോഴും ഈക്വൽ ആയിരിക്കും സാധാരണ. നമ്മൾ T0 T0 ഈക്വൽ ആവുന്ന പോലെ സ്റ്റാർ വാല്യൂ എപ്പോഴും ഈക്വൽ ആണ്. അത് ത്രോട്ടിലുള്ള കണ്ടീഷനാണ് സ്റ്റാർ വാല്യൂ. അപ്പം ആ ഏരിയ ആയിട്ട് ത്രോട്ട് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പം A സ്റ്റാർ A1 സ്റ്റാർ A2 സ്റ്റാർ ഈക്വൽ ആണ് ഇവിടെ. ഇവിടെ A സ്റ്റാർ ഇവിടെ കിട്ടി, A സ്റ്റാർ കോമൺ ടു A1 സ്റ്റാർ A2 സ്റ്റാർ ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ A1/A1 സ്റ്റാറിന് A1 തന്നതുകൊണ്ട് നമുക്ക് A സ്റ്റാർ കിട്ടി. ഈ A സ്റ്റാറിനടുത്ത് A2/A സ്റ്റാറിലെ ഈ A സ്റ്റാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ A സ്റ്റാർ വാല്യൂ എപ്പോഴും ഈക്വൽ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നത്. എമ്മും M സ്റ്റാറും തമ്മിൽ എന്തെങ്കിലും ഇതുണ്ട്? M1 സ്റ്റാർ M2 സ്റ്റാർ വ്യത്യാസമുണ്ട്. അതെന്ന് പറഞ്ഞാൽ മാക്സിമം മാക് നമ്പറിന്റെ ഒരു റേഷ്യോ ആണ്. ഈ ഓരോ M1നും ഇപ്പൊ ഓരോ മാക് നമ്പറിനും അതിൻ്റെതായ ഒരു ഇതുണ്ട്, ഒരു മാക് നമ്പർ ഇതുണ്ട്, ക്രിട്ടിക്കൽ മാക് നമ്പർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പം അത് സെപ്പറേറ്റ് ആയിട്ടിരിക്കും. പക്ഷെ ഈ ത്രോട്ട് ഏരിയ സ്റ്റാർ സെയിം ആയിരിക്കും. എഫ് സ്റ്റാറും അതേപോലെ തന്നെ. എഫ് സ്റ്റാർ ഇവിടെ A/A സ്റ്റാർ F/F സ്റ്റാർ ഒക്കെ A സ്റ്റാർ ഈക്വൽ ആയിരിക്കും. A1 സ്റ്റാറും A2 സ്റ്റാർ ഈക്വൽ ആയിരിക്കും. ഇതിൽ F1 സ്റ്റാർ F2 സ്റ്റാർ ഈക്വൽ ആയിരിക്കും. ബട്ട് M1 സ്റ്റാർ M2 സ്റ്റാർ ഇപ്പം ഈ പ്രോസസ്സിൽ ഈക്വൽ അല്ല. പക്ഷെ ഫാൻ ഓഫ് ഫ്ലോ റെയിലേ ഫ്ലോ വരുമ്പോൾ ആ M1 സ്റ്റാർ ഈക്വൽ ആവും. ഓക്കെ, പക്ഷേ ഈ ഫസ്റ്റ് മോഡ്യൂളിൽ ഐസെൻട്രോപിക് ഫ്ലോ പ്രോസസ് പെർഫെക്റ്റ് ഗ്യാസസിൽ M1 സ്റ്റാറും M2 സ്റ്റാറും ഈക്വൽ ആയിരിക്കത്തില്ല. ബട്ട് അടുത്ത മോഡ്യൂളിലോട്ട് പോകുമ്പോൾ M1 സ്റ്റാറും ഈക്വൽ ആവും ഫാൻ ഓഫ് ഫ്ലോ റെയിലേ ഫ്ലോ എടുക്കുമ്പോൾ. ഇപ്പോഴത്തേക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ മാത്രം ഇത് രണ്ട് A1 സ്റ്റാറും F1 സ്റ്റാറും ഇത് രണ്ടുമാണ് ഈക്വൽ ആയിട്ട് വരുന്നത്. എപ്പോഴും M1 സ്റ്റാർ M2 സ്റ്റാർ ഈക്വൽ അല്ല, അത് മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പൊ ഇതിൽ A1 സ്റ്റാർ A2 സ്റ്റാർ എന്നുള്ള ആ കൺസെപ്റ്റ് വെച്ചിട്ട് ഏരിയ ആയിട്ട് എക്സിറ്റ് ഇട്ട്. ക്ലിയർ ആയ പ്രണവ്? ഓക്കെ സർ. ഓക്കെ, നമുക്കിനി അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാം. അപ്പം ഓരോ പ്രോബ്ലത്തിൽ ഞാൻ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തുന്നുണ്ട്. എല്ലാ പ്രോബ്ലം ഒരുപോലെ അല്ല, അതുകൊണ്ട് ഓരോ പ്രോബ്ലവും കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കിയാണ് പോകാനായിട്ട്. അപ്പൊ ഇതിലെ അടുത്ത പ്രോബ്ലം എന്ന് വെച്ചാൽ
അപ്പൊ ഇനി അടുത്തത് വേണമെങ്കിൽ നമുക്ക് അടുത്ത തേർഡ് അവറിൽ നോക്കാം. ഒമ്പതാമത്തെ പ്രോബ്ലം. ഈ 2 പ്രോബ്ലം നിങ്ങളൊന്ന് നോക്കിയിട്ട് വാ. അടുത്ത തേർഡ് അവർ നോക്കണം. 9:15 അല്ല, ഒരു പ്രോബ്ലം കൂടെ നോക്കണോ? എനിവേ 9:15 അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നിങ്ങൾ ഈ 2 പ്രോബ്ലം ഒന്ന് ഓടിച്ച് നോക്കുക. അതിനുശേഷം